അപ്പൊ ആരിനും ജിസയിലും അഥവാ അവർക്കൊന്ന് കിസ് ചെയ്യണമെന്ന് തോന്നി അവർ കിസ് ചെയ്താലും എന്താണ് ഇത്ര തെറ്റ് അനുമോൾക്ക്? അനുമോൾ എന്തിനാ അതിൽ ഇടപെടണം? അത് അവരുടെ പ്രൈവസി അല്ലേ? ഇത്രയും 75 ക്യാമറ ഇരിക്കുന്ന ഒരു നമ്മുടെ മലയാളികൾ, ഞാനും എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ പെങ്ങളും എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. അല്ല, ഇതിനു മുൻപുള്ള ബിഗ് ബോസ് സീസണുകളിലെല്ലാം അത് ആവർത്തിച്ചിട്ടില്ലേ? പേളി ശ്രീനീഷ് സ്നേഹിച്ചു, അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള പല കണ്ടസ്റ്റൻസ് കിസ് ചെയ്തിട്ടുണ്ട്. ഒരു പുതപ്പിനടിയിൽ കിടന്നല്ല ഉമ്മ വെച്ചത്. പുതപ്പിനടിയിൽ കിസിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടെന്ന് നിങ്ങൾ ആസ്വദിക്കുമായിരുന്നോ? അല്ല, അപ്പോഴേക്കാൾ കൂടുതൽ ഫാൻസ് അനീഷേട്ടൻ ഉണ്ടെന്നുള്ളത് എന്തരിച്ചാണ് പറയുന്നത്. അപ്പൊ വിന്നർ അയാൾക്ക് അപ്പൊ ഈ വിന്നർ ആയത് ചുമ്മാക്കിയതാണ് പറയുന്നത്. പക്ഷെ ഇപ്പം ഇതിനു മുമ്പുള്ള സീസണിലും കപ്പ് കിട്ടിയ ആൾക്കാരെക്കാട്ടിൽ കൂടുതലും ആൾക്കാർ സ്വീകരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ ഇന്നും ഉള്ള കുറച്ച് ആൾക്കാർ കാണത്തില്ലേ? അതുപോലെ ഒരു കാറ്റഗറി ഓഫ് ആളാണ് അനീഷേട്ടൻ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ അനുമോൾ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സെലിബ്രിറ്റി ആയിരുന്ന, ഒരുപാട് പേർക്ക് അറിയാവുന്ന, അത്യാവശ്യം കേരളക്കാരിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അനീഷ് എന്ന് പറയുന്നത് കോമണർ എന്ന രീതിയിൽ അന്ന് കോമണർ എന്ന് പറയുന്ന സാധനത്തിനോട് ജനങ്ങൾക്കൊരു ഞങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന ആളാണല്ലോ എന്ന ഒരു തോട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്താണെങ്കിലും അപ്പം ഈ വിന്നറാക്കിയത് ഫെയർ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനല്ല ഞാൻ പറയുന്നത്. അതിപ്പം എന്തായാലും വിന്നറൊക്കെ ഒപ്പം കിട്ടി വീട്ടിൽ ഇപ്പൊ ഇരിപ്പുണ്ടല്ലോ, അടിച്ചു പൊളിച്ചു. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അനീഷേട്ടനായിരുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ആള് അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ജനങ്ങളാണോ തീരുമാനിച്ചിരിക്കുന്നത്, മറ്റാരെങ്കിലും ഒക്കെ ആണോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. PR ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കപ്പ് ആർക്കും ജയിക്കാന്നുള്ളത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം. ഈ PR എന്നുള്ളൊരു കേസ് നമുക്കറിയാം, ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട് PR കൊടുക്കാൻ നല്ലതാണ്. പക്ഷെ ഇതിന് നല്ല എമൗണ്ട് ആകുമെന്ന് നമ്മൾ അന്വേഷണം പോലും നടത്തില്ല. അതിനു മുമ്പേ ആൾക്കാർ പറഞ്ഞു PR ഒക്കെ ഭയങ്കര പൈസയാന്ന കാര്യം. എന്റെ അടുത്ത് അത്രയും പൈസ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ഇനി ഞാൻ ബിഗ് ബോസിൽ പോകണേ ഉറപ്പായിട്ടും ഒരു 5 വർഷം കഴിഞ്ഞ് തമിഴ് ബിഗ് ബോസിൽ പോകുന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും PR കൊടുത്തിട്ടേ പോകത്തുള്ളൂ. കാരണം PR പോസിറ്റീവ് ആണ് ഒരു രീതി നോക്കുമ്പോ. PR വിനുവിനെ അറിയാമോ? ഇപ്പൊ കേട്ട് വിനുവിനെ അറിയാത്ത ഏത് മലയാളിയാ ഉള്ളത്? ഇല്ലില്ല, എനിക്ക് ആളായിട്ട് ഒരു പരിചയവും ഇല്ല. ഞാൻ ശൈത്യ ത്രൂ ആണ് വിനുവിനെ കുറിച്ച് കേൾക്കുന്നത്. RJ ബിൻസിയും PR വിനുവിൽ നിന്നും PR ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തെളിവ് ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ജനങ്ങളെ വെല്ലുവിളിക്കാണ്. ഒരു തെളിവ് കൊണ്ടുപോവാ. ഈ വിനു എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് അറിയത്തു പോലും ഇല്ല. അഥവാ ഇപ്പൊ ഞാൻ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. PR ഒരു മേജർ ഒരു റോൾ ഉണ്ട് ഇതില്. ഇപ്പം ഞാൻ അവിടെ നിന്ന് എവിക്റ്റ് ആയി വരുന്ന സമയം വരെ 2 വീക്സ് അനുമോള് ഭയങ്കര കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അനുവിന്റെ ഗെയിം ചേഞ്ച് ആവുന്നത്. അനുവിന്റെ മാത്രമല്ല പലരുടെയും ഗെയിം ചേഞ്ച് ആവുന്ന ആ ഒരു സമയത്താണ്. അപ്പൊ ആദില നൂറയൊക്കെ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അപ്പൊ ആരായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും മിണ്ടത്തോളവും ചോദിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരൊന്ന് ഓണായി വരുന്നത്. അപ്പം 18-20 കണ്ടസ്റ്റൻസിൽ ഏകദേശം ഒരു 50% പേരും അംഗീകരിക്കുന്നില്ല. എന്താണ് അനുമോളോട് ഇത്ര വെഞ്ചൻസ് എല്ലാവർക്കും? അനുമോൾ എന്തെങ്കിലും പേഴ്സണലി നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? അനുമോളോട് പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ഒരു വിരോധം എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുമോളൊരു അസൂയയോ, കുറെ പേര് കമന്റ് ഇടുന്നതാണ് അനുമോളോട് അസൂയാണെന്ന്. എന്തിനാ അസൂയപ്പെടണം? അനുമോള് ഹൗസിൽ ഞാൻ എവിക്റ്റ് ആയി കഴിഞ്ഞ സമയത്ത് അപ്പാന്റെ അടുത്തൊരു ഫൈറ്റ് നടത്തുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞു, നീ കാരണമാണ് ഒരു പാവപ്പെട്ട പെണ്ണ് പുറത്തു പോയത്, അല്ലെങ്കിൽ അവളിവിടെ നിന്നാനേന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട്, അതായത് എന്നെ ആൾക്കാർ വന്ന് ടോർച്ചർ ചെയ്യുന്നു, അപ്പാനിയുടെ കാര്യം പറയുന്നു. അപ്പൊ അനുവിനാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയാവുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം അനുവാണ് ഏറ്റവും ആദ്യം എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. മീൻസ് ഈ അപ്പാനായിട്ട് അധികം കൂട്ടൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, അനു ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അല്ലടാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് അവിടെ തീർന്നു. അതിനുശേഷമാണ് ശൈത്യ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതെല്ലാം. ശൈത്യ, ആദില, നൂറ, ഷാനവാസിക്കൊക്കെ സംസാരിക്കുന്നത്. അപ്പം അതെല്ലാം അവിടെ തീർന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞ് ഞാനും അപ്പാനിയും തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഈ അനു പറഞ്ഞത്. അത് അനുവിന്റെ അടുത്ത് ചോദിക്കണം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. അപ്പം അപ്പാനി മീൻസ് തമ്മിൽ ഭയങ്കര കൂട്ടാണ്, അവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഓവർ ആണ് എന്നൊക്കെ പറഞ്ഞ ആൾ അനുവാണ്. നിങ്ങൾ തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞു? അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല.
ബാക്കി അങ്ങനെ പറയാണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ അഭേദ്യമായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഒരു തെറ്റും അനു പറഞ്ഞ എന്താ തെറ്റ്? അനു പറഞ്ഞ അതാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്താണ് ഡബിൾ മീനിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? എന്താണ് ട്രിഗർ ആയത്? എന്താണെന്നാണ് ഇപ്പൊ റീ എൻട്രിയുടെ സമയത്ത് ഞാൻ ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അനുവിന്റെ അടുത്ത് പോയായിരുന്നു. അപ്പൊ അനു പറഞ്ഞത്, ബിൻസി നീ അവിടെ അപ്പാനിയും അക്ബറും ആര്യനും ഞാനും കൂടെ അക്ബറിക്കാടെ ബെഡിൽ ഇരിക്കുന്ന സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പം നീ അവിടെ ഇങ്ങനെ ഇവരോട് സംസാരിക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോ ബിൻസിയുടെ ക്ലീവേജ് കണ്ടു മോളെ. അപ്പൊ എനിക്ക് വിഷമമായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരോട് അത് കാണുന്ന സാധനം. അപ്പൊ ഞങ്ങൾ എല്ലാരും തമ്മിൽ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരാളുടെ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം കാണിക്കണ്ട എന്നുള്ളത്. അനീഷിന്റെ ആളാണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഈ അനുമോൾ PR കൊണ്ട് മാത്രം ജയിച്ചതാണെന്ന് തന്നെയാണ് ഇപ്പോഴും ദൃഢനിശ്ചയത്തോടു കൂടി വിശ്വസിച്ചിരിക്കുവാണോ? അനുമോൾ അവിടെ കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടന്റ് എന്റെ ഒരു വിശ്വാസപ്രകാരം അത് എന്റെ അഭിപ്രായമാണ്. ഇത് ഈ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അനുമോൾ തന്നെയാണ്. വ്യക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അനുമോളോട് സത്യത്തിൽ എന്തെങ്കിലും അസൂയയോ കുശുമ്പോ നിങ്ങൾക്കുണ്ടോ? നിങ്ങളിൽ കുറച്ചു പേർക്ക് ഈ കപ്പടിച്ച് ഏകദേശം ഒരു 10-70 ലക്ഷം രൂപ കയ്യിലേക്ക് വന്നതിന്റെ ഒരു എന്താ പറയാ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കുശുമ്പും അസൂയൊക്കെ ഇങ്ങനെ തികട്ടി വരുന്നതാണോ ഈ വെളിയിൽ കൂടെ ഓടി നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അനുവിനെ കുറിച്ച് ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ, അത് നിങ്ങൾക്കല്ലേ അറിയാം. ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല ഞാൻ ആരോടും പോയി അവിടെ പോയി ഇവിടെ പോയി ചെവിയിൽ പോയി രഹസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എന്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ ബിഗ് ബോസിൽ പോകുമ്പോൾ ഒരാൾക്ക് മാത്രമേ കപ്പ് കിട്ടത്തുള്ളൂ എന്നുള്ളത് സത്യം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ കപ്പായിട്ട് വരാന്നുള്ള കാര്യം. ഞാൻ എന്നെ ഇതുവരെ എന്റെ എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതും ഞാൻ ആൾക്കാരോട് പറയുന്നതും എനിക്ക് ആ ഹൗസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ പോയത്. ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന യാത്രക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു, ഒരുപാട് ആളുകളെ കൂടെ കൂട്ടാൻ പറ്റി, അങ്ങനെ കുറെ പേരെ മനസ്സിലാക്കി. അങ്ങനത്തെ ഒരു സിസ്റ്റമായിട്ട് നമ്മൾ മുൻപോട്ട് പോയി. ഈ അനുമോളോടുള്ള എന്റെ ഒരൊറ്റ കാര്യം, ഈ അപ്പാനിനെ എന്നെയും കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി എന്നുള്ളത് മാത്രമാണ്. അതിന്റെ ക്ലാരിറ്റി ഞാൻ അകത്ത് ചെന്നപ്പോ കൊടുക്കുകയും ചെയ്തു. അതാണ് അനുവിന്റെ അടുത്തുള്ള ഒരു ആകപ്പാടുള്ള ഒരു പ്രശ്നം. പിന്നെ അതിനുശേഷം അനുവിന്റെ PR എനിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു PR അറ്റാക്ക്, അതിനോട് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യമല്ലാണ്ട് അനു കപ്പടിച്ചാൽ എന്താ, കപ്പടിച്ചില്ലെങ്കിൽ എന്താ, അനു കണ്ടന്റ് കൊടുത്താൽ എന്താ, അനീഷിനെ പ്രേമിച്ചാൽ എന്താ, പ്രേമിച്ചാൽ എന്താ, അതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല.